ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ മണക്കാട് സൈറ്റിൽ നമ്മളെ വർക്കുകൾ കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പ്ലാസ്റ്ററിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് കുട്ടികളുടെയൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ടൈലിന്റെ വർക്കാണ്. അപ്പോൾ ടൈലിന്റെ വർക്കിന് വേണ്ടി ടൈൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റും ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടാസ്ക് പിടിച്ച ഒരു സൈറ്റ് ആയിരുന്നു ഇവിടെ. കാരണം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്ട്രാ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആയിരുന്നു വാതിൽ, ആ വാതിലൊക്കെ മാറ്റി നമ്മൾ ഇവിടെ വാതിലാക്കി, ഇവിടെ ജനലാക്കി, ഇതൊരു ഡൈനിങ് ഹാളൊക്കെ ആക്കി. അങ്ങനെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൽ വാട്ടർ പ്രൂഫ്, രണ്ടാമത്തെ നിലയിൽ ബാത്റൂമിൽ കംപ്ലീറ്റ് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ക എല്ലാ കംപ്ലീറ്റ് വർക്കും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളെ വർക്ക് അടുത്ത സൈറ്റിലോട്ടാണ്. അപ്പം നമ്മളാ ഒരു സന്തോഷമാണ് ഈ ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൈറ്റിൽ വർക്ക് എടുത്ത് ആ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് തീർത്ത് ഇറങ്ങുമ്പോൾ വീട്ടിലെ ക്ലയന്റിനും ഒരു സന്തോഷമാണ്, നമുക്കൊരു ഹാപ്പിയാണ്. കാരണം ഒരു ബുദ്ധിമുട്ടും വരാതെ നമുക്ക് കറക്റ്റ് വർക്കുകൾ കംപ്ലീറ്റ് തീർത്ത് കൊടുക്കാൻ പറ്റി. ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഫ്ലോറും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 അടി ഹൈറ്റിന് ചുമരും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ 2 ബാത്റൂമും കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മേളിൽ 3 ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂമിലും കംപ്ലീറ്റും ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പണിക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം ബംഗാളികൾക്ക് കൂടുതൽ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് വിഷയങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം ഇപ്പം പണിക്ക് ആളില്ല, അതാണ് വലിയൊരു സത്യം. കാരണം മലയാളികൾക്ക് ഇപ്പം പണിക്ക് ആളില്ല. കംപ്ലീറ്റ് ആൾക്കാരും ഹിന്ദിക്കാരന്മാരാണ് ഇപ്പം നിന്ന് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൽ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഹിന്ദിക്കാരന്മാരെ നമ്മൾ വളർത്തുന്നത് നമ്മൾ മലയാളി തന്നെയാണ്. കാരണം ചില കോൺട്രാക്ടർമാരുണ്ട്, അത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ മലയാളി എങ്ങനെ പണി ചെയ്താലും, എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പണി ചെയ്ത് കൊടുത്താലും ഒരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ കൂടുതൽ ചോദിച്ചാൽ അവിടെ പ്രശ്നമാണ്. കാരണം ചില കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൂടുതൽ ചോദിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് 100 രൂപ അല്ല, ഒരു 200 രൂപ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. അതാണ് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. മലയാളികൾ പണിക്ക് നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരല്ല, ഒരുപാട് പണിക്ക് വരാൻ ആഗ്രഹമുള്ള ഒരുപാട് പണിക്കാരുണ്ട്. പക്ഷെ അവർക്ക് പണി, ഈ മുഖ്യ കോൺട്രാക്ടർമാർ അവരുടെ പണി ലാഭം നോക്കാൻ വേണ്ടി, അതായത് ഇപ്പം മലയാളിക്ക് 1100 കൊടുത്താൽ ബംഗാളിക്ക് 1000 കൊടുത്താൽ മതി എന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ടാണ് മലയാളികൾ ആർക്കും പണിക്ക് വിളിക്കാത്തത്, ഹിന്ദിക്കാരന്മാർ തന്നെ പണിക്ക് വിളിക്കുന്നത്. ഇപ്പം ഹിന്ദിക്കാരന്മാർക്ക് 1500, 1200, ഹെൽപ്പറിന് 1200, 1300 ഒക്കെ വേണമെന്നാണ് ഇവിടെ ഉള്ളവർ പറയണത്. പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന ഹിന്ദിക്കാരന്മാർക്ക് കുഴപ്പമില്ല, അവർ മാന്യമായിട്ടുള്ള ശമ്പളമാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷെ നമ്മളെ ഈ ഹിന്ദിക്കാരന്മാരെ കംപ്ലീറ്റ് വളർത്തുന്നത് നമ്മളെ മലയാളി തന്നെയാണ്. പക്ഷെ നാളൊരു സമയത്ത് മലയാളികൾക്ക് നല്ലൊരു മൊട്ടം പണി കിട്ടും, അത് ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ അടുത്ത സൈറ്റിൽ പോകുന്നതും ഹിന്ദിക്കാരെ ഹെൽപ്പറുണ്ട്, മലയാളി മേശരിയുണ്ട്. പക്ഷെ അവരൊന്നും വലിയ കുഴപ്പമൊന്നും ഉള്ള ആൾക്കാരല്ല. നമ്മൾ ഈ സൈറ്റിൽ തന്നെ പണി ചെയ്യാൻ നിർത്തി തുടക്കം മുതൽ അവസാനം വരെയും ആത്മാർത്ഥമായിട്ട് നമ്മളെ കൂടെ നിന്ന് കംപ്ലീറ്റ് വർക്കും, അതായത് ഒരു മടിയും ഇല്ലാതെ നമ്മൾ പറയുന്ന വർക്ക് കംപ്ലീറ്റ് നമ്മൾ ചെയ്യിപ്പിച്ച്, ഈ ഹിന്ദിക്കാരന്മാരെ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കണക്കിന് വേണം അവരെ നിർത്താൻ. ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കരുത്. സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവര് 2000 ശമ്പളം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചില കോൺട്രാക്ടർമാര് 2000 രൂപ കൊടുക്കും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീടിന്റെ കംപ്ലീറ്റ് വർക്കും തീർന്നു. ഇനി ഇതിന്റെ ഫ്രണ്ട് ഒരു വ്യൂ കാണിച്ചു തരാം. ഫ്രണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഡിസൈൻ സെപ്പറേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിലുള്ളതല്ലായിരുന്നു. ഇതാണ് ഇതിന്റെ വീടിന്റെ ഫ്രണ്ട് വരുന്നത്. ഇതല്ല യഥാർത്ഥമായിട്ട് ഫ്രണ്ട് വരുന്നത് അപ്പർ സൈഡാണ്. പിന്നെ ഈ സൈഡ് നമ്മൾ ഫ്രണ്ടാക്കി എടുത്തതാണ്. കണ്ടോ, ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റും ഒരു ബാൽക്കണി, ഇവിടെ ബാൽക്കണി ഒന്നും ഇല്ലായിരുന്നു. പ്ലാനിനനുസരിച്ച് ഇവിടെ ബാൽക്കണി ഒന്നും ഇല്ല. നമ്മളിപ്പോ ഇവിടെ ബാൽക്കണിയൊക്കെ കൊടുത്ത് ഇവിടെ ജനലിന്റെ ഒരു
ബാവിൻ്റെ ഒക്കെ ചെയ്ത് 2 സൈഡിൽ ബാവിൻ്റെ ചെയ്ത് മേളിൽ ഗ്രൂ ബോർഡറും എല്ലാം കൊടുത്ത് ഇനി പെയിൻ്റൊക്കെ അടിച്ച് വർക്ക് തീർന്നു വരുമ്പോൾ പക്ക നീറ്റ് അടിപൊളി വർക്കായിരിക്കും. കാരണം അത്രയും നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ, മെയിനായിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ, നമുക്കൊരു ക്ലയന്റ് ഒരു വർക്ക് തരുമ്പോൾ അവരുടെ ഇഷ്ടം കൂടി നോക്കി വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ. അവിടെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ്, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നമുക്ക് തോന്നുന്ന ഓരോ ഐഡിയകളും കാര്യങ്ങളും അതെല്ലാം നമ്മൾ ക്ലയന്റുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഒരു ധാരണയിലെത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ളതായി ഈ ഒരു സ്റ്റെപ്പ് വരെ ഇത് നമ്മളിവിടെ ആദ്യം കൊടുക്കാൻ വെച്ചിരുന്ന സ്റ്റെയർ ക്ലയന്റിന്റെ ഒരു കണക്കൂട്ടലിൽ നമ്മൾ സാധാ സ്റ്റെയർ ആയിരുന്നു, അതായത് ഒറ്റ ചരിവ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ചരിവ് നമ്മൾ വീട്ടിനകത്തൊക്കെ അങ്ങനെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗി കൂടുതലായിരിക്കും ഇതുപോലത്തെ സ്റ്റെപ്പ്, ചെയിൻ സ്റ്റെപ്പ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയിൻ സ്റ്റെപ്പ് ആക്കിയത്. പിന്നെ ചെയിൻ സ്റ്റെപ്പൊക്കെ മാക്സിമം നമ്മൾ 15 സെന്റിമീറ്റർ, റൈസർ 15 സെന്റിമീറ്റർ ആണ് നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ടോപ്പ് ഒരടിയുണ്ട്, ഒരടി വീതിക്കാണ് നമ്മൾ അതിന്റെ ബോട്ടം നമ്മളെല്ലാം കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ക്ലയന്റിനനുസരിച്ച്, അതായത് നമ്മൾ മാക്സിമം ഒരു സൈറ്റിൽ പോകുമ്പോൾ അവർ നമുക്കൊരു വർക്ക് വിശ്വസിച്ച് ഒരു വർക്ക് തരുമ്പോൾ മാക്സിമം എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ക്ലയന്റിന് ഒരിക്കലും നഷ്ടം വരരുത്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ക്ലയന്റിന് നഷ്ടം വരരുത്, വർക്ക് എടുക്കുന്ന നമുക്ക് ഒരു നഷ്ടം വരരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യാൻ. പല ആൾക്കാരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു കറക്റ്റായിട്ട് റേറ്റ് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് തീർത്തെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സാധനത്തിന്റെ മെറ്റീരിയലിന്റെ വില ആയിരുന്നാലും പണിക്കൂലി ആയിരുന്നാലും നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം നമ്മളെ കൈ കടിക്കും. പിന്നെ നമുക്ക് ക്ലയന്റിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല അത് കുറച്ച് പൈസകൾ കൂട്ടി വേണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഒരു റേറ്റ് പറയുന്നു, ആ റേറ്റിൽ തന്നെയായിരിക്കും പിന്നെ വർക്ക് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതുപോലെ എക്സ്ട്രാ പണികളൊക്കെ വരുന്നെങ്കിൽ ആ എക്സ്ട്രാ നമുക്ക് ക്ലയന്റിനോട് സംസാരിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഈ വർക്ക് എടുക്കുന്നവർ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റേറ്റ് പറയുമ്പോൾ മാക്സിമം പക്ക റേറ്റ് ആയിരിക്കണം. കാരണം എല്ലാം കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ ഒന്നും വിട്ടു വരും. മെറ്റീരിയൽ ഉൾപ്പെടെയാണെങ്കിൽ നമ്മൾ കറക്റ്റ് എല്ലാം നോക്കി ക്ലയന്റിന് നഷ്ടം വരാത്ത രീതിയിൽ, നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ വർക്ക് എടുക്കണം. ആ എടുക്കുന്ന വർക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർത്തു കൊടുത്താൽ 100% ഉറപ്പാണ് നമുക്ക് അടുത്ത വർക്ക് കിട്ടും. കാരണം ക്ലയന്റ് തന്നെയാണ് നമുക്ക് അടുത്ത റെക്കമെൻഡ് ചെയ്ത് അടുത്തടുത്ത വർക്ക്. കാരണം ആ കൂട്ടുകാരന്മാരോ ആരെങ്കിലും ഒക്കെ വീട് വെക്കണമെങ്കിൽ അവർ പറയും നമ്മൾ വീട്ടിൽ പണി ചെയ്ത ആൾക്കാർ കൊള്ളാം, അവർ മാന്യമായിട്ടുള്ള റേറ്റാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പക്ക നീറ്റായിട്ട് നമുക്ക് അടുത്ത വർക്ക് കിട്ടും. അത് 100% ഉറപ്പാണ്. അല്ലാതെ കൊള്ള റേറ്റ്, അതായത് ഒരു വീട് വെക്കാനുള്ള പൈസയ്ക്കും പോലെ 2 വീടിന്റെ പൈസയുടെ റേറ്റ് ഒന്നും പറഞ്ഞാൽ ആ വർക്ക് കിട്ടേയില്ല. അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അവർ ലാഭം നോക്കാനായിരിക്കും. ഇപ്പം തന്നെ ഒരു വീട് ഇടിഞ്ഞു വീഴുന്നു, അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് വർക്കിൽ ഒരു കള്ളത്തരവും കാണിക്കരുത്. നമ്മൾ ഒരു വീട് പണി ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്വപ്നമാണ്, അവർ എത്രയും നാള് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അധ്വാനമായിരിക്കും ഒരു വീട് വയ്ക്കുന്നത്. അപ്പൊ മാക്സിമം നമ്മൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഇപ്പം ഒരു 5 പാക്കറ്റ് ഒരു 50 പാക്കറ്റ് സിമെന്റിന്റെ വർക്ക് ഉണ്ടെങ്കിൽ അവിടെ ഒരു 45 5 പാക്കറ്റ് ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാലും കോൺട്രാക്ടർ ഒന്നും കിട്ടില്ല. 5 പാക്കറ്റ്, ഒരു പാക്കറ്റ് 350 രൂപ വെച്ചാൽ എത്ര കിട്ടും? 5 പാക്കറ്റിന് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് കമ്പി അതുപോലെ തന്നെ 1 2 കമ്പി കുറച്ചെന്നും പറഞ്ഞ് ഒരു ലാഭവും കിട്ടാനില്ല. പക്ഷെ ആ കമ്പിയും സിമെന്റും കുറയുമ്പോൾ ആ വീടിനാണ് ദോഷം. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വീട് വല്ല പ്രശ്നങ്ങൾ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് ഫുൾ നഷ്ടവും വരുന്നത് അതിന്റെ ക്ലയന്റിനായിരിക്കും. പിന്നെ അതിന്റെ പ്രാക്കും കൂടി നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വർക്ക് എടുക്കുന്ന ആൾക്കാർ മെറ്റീരിയൽ ഉൾപ്പെടെ വർക്കിൽ ഒരു കള്ളത്തിനും കാണിക്കാതെ പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്കും കിട്ടും. അപ്പൊ ഇനി നമ്മൾ അടുത്ത സൈറ്റിൽ കാണാം. ബൈ.